കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയുടെ നിലപാടിൻ്റെ കൂടെ നിൽക്കും. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ല. മാസപ്പടി കേസ് LDFന്റെ വിഷയമല്ലെന്ന് CPI. ടിവിയുടെക്കെതിരായ കേസ് 2 കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടാണെന്ന് ബിനോയ് വിശ്വം. കേസിൽ രാഷ്ട്രീയം കലർത്തിയാൽ രാഷ്ട്രീയപരമായി നേരിടുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി. കേസിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. മുനമ്പം ഭൂമി കേസിൽ കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ അന്തിമ ഉത്തരവിറക്കുന്നത് വിലക്കി ഹൈക്കോടതി. ഇടക്കാല ഉത്തരവ് വഖഫ് ബോർഡ് നൽകിയ ഹർജിയിൽ. കേസിൽ വാദം തുടരുന്നതിന് തടസ്സമില്ലെന്നും കോടതി. കേസ് മെയ് 26-ന് വീണ്ടും പരിഗണിക്കും. വെള്ളാപ്പള്ളി നടേശനെ പ്രശംസിച്ച മുഖ്യമന്ത്രി. 3 ദശാബ്ദം SNDPയുടെ നേതൃത്വത്തിൽ ഇരിക്കുകയെന്നത് അപൂർവതയുള്ള കാര്യം. ചിലത് പറയുമ്പോൾ വെള്ളാപ്പള്ളി അവധാനത പുലർത്തണമെന്നും പിണറായി വിജയൻ. ഉപദേശം മലപ്പുറത്തെ വിവാദ പരാമർശത്തിൽ. ചില തെറ്റിദ്ധാരണകൾ പരത്താനുള്ള അവസരം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ ഭാഗമായി വന്നു. അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും അവധാനതയും വെള്ളാപ്പള്ളി പുലർത്തേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. 3ാം വട്ടവും മുഖ്യമന്ത്രിയാകാൻ പിണറായി വിജയന് കഴിയട്ടെ എന്ന് വെള്ളാപ്പള്ളി നടേശൻ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കലുമായി സർക്കാരിന് മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി. ഭൂമിക്ക് 17 കോടി രൂപ കൂടി കെട്ടിവെക്കാൻ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ്. കോടതി നിർദ്ദേശം. കൂടുതൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഹർജി. കൊച്ചിയിൽ അഭിഭാഷകരും വിദ്യാർത്ഥികളും ഏറ്റുമുട്ടിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. കേസെടുത്തത് കണ്ടാലറിയാവുന്ന 10 വിദ്യാർത്ഥികൾക്കെതിരെ നടപടി. അഭിഭാഷകരുടെ പരാതി. മഹാരാജ് കോളേജിലേക്ക് മദ്യക്കുപ്പിയും കല്ലുകളും എറിഞ്ഞ അഭിഭാഷകർ. തൃശൂർ മാളയിലെ 6 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ തെളിവെടുപ്പ് നടത്തി. കൊലപാതകം വിവരിച്ച് പ്രതി ജോജോ. പ്രതിഷേധിച്ച് നാട്ടുകാർ. കോഴിക്കോട് ഷാബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ജാമ്യമില്ല. 6 പേരുടെ ജാമ്യാപേക്ഷ തള്ളി കോഴിക്കോട് ജില്ലാ കോടതി. പത്തനംതിട്ടയിൽ കോവിഡ് ബാധിതയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതി നൌഫലിന് ജീവപര്യന്തം ശിക്ഷ. 1,80,000 രൂപ പിഴയൊടുക്കുവാനും പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവ്. ശിക്ഷ 6 വകുപ്പുകളിലെ. കോവിഡ് സെന്ററിലേക്ക് കൊണ്ടുപോകും വഴി യുവതിയെ ഡ്രൈവറായ നൌഫൽ പീഡിപ്പിച്ചത് 2020. കാസർഗോഡ് കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മംഗലാപുരം സ്വദേശിയുടെ മരണം കൊലപാതകം സ്ഥിരീകരിച്ചു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഓട്ടോ ഡ്രൈവർ ഷെരീഫിന്റെ മൃതദേഹം കണ്ടെത്തിയത് മഞ്ചേശ്വരം അടകപ്പള്ളിയിൽ കിണറ്റിൽ. യാത്രികരായി കൂടെയുണ്ടായിരുന്നവർ കൊലപ്പെടുത്തിയതെന്ന് പ്രാഥമിക നിഗമനം. തമിഴ്നാട്ടിൽ അണ്ണാ DMK വീണ്ടും NDAയിൽ. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുമെന്ന പ്രഖ്യാപനം. എടപ്പാടി പളനിസ്വാമി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് അമിത്ഷാ. BJP അധ്യക്ഷനായി നയനാർ നാഗേന്ദ്രനെ തെരഞ്ഞെടുത്തു. പകരത്തിന് പകരം തീരുവയിൽ തിരിച്ചടിച്ച് ചൈന. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ 125% പുതിയ തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ.